നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. തോറ്റവർ ഇനി +1 എഴുതണോ +2 എഴുതണോ? എന്തായാലും ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഫോളോ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാം ചെയ്തേക്കുക. കാരണം എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിലൂടെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജിലാണെങ്കിലും യൂട്യൂബിലായാലും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും, ഫേസ്ബുക്കിലായാലും എല്ലാം കിട്ടും. അന്നേരം ഞാൻ ആദ്യം തന്നെ പറയാം, ഇപ്പം പല കുട്ടികളും ആലോചിക്കുന്നുണ്ട്, ഇപ്പോൾ +2 റിസൾട്ട് വന്നത് ഞങ്ങൾ തോറ്റുപോയി, ഞങ്ങൾക്ക് ഇനി 6-7 മാസമുണ്ട്. ഈ 6-7 മാസമായിട്ട് നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നൊരു കാര്യം, ഇപ്പം നമ്മുടെ ഓൺലൈൻ കോഴ്സിനെ കുറിച്ച് പറയാം, ഉഡായ്പ കോഴ്സുകളൊന്നും പോയി ചെയ്യാതിരിക്കുക. ഇപ്പം 2 മാസം കൊണ്ട് പഠിപ്പിച്ച് ഞങ്ങൾ റിസൾട്ട് ഒപ്പിക്കുക. ഹയർ സെക്കൻഡറി ബോർഡിൻ്റെ തന്നെ എക്സാം എഴുതുക, അതാണ് ഏറ്റവും വാലിഡിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മുടെ അതിനകത്താണെങ്കിൽ സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും വളരെ തുച്ഛമായ ഫീസിൽ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള സൈക്ക് നമ്പർ 1 എന്ന് നമുക്ക് 100% കുട്ടികളുടെ പേരും കുട്ടികളുടെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കുട്ടികൾക്ക് നിങ്ങൾക്ക് +2 എഴുതണം, +1 ഇമ്പ്രൂവ്മെൻറ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, ഏതൊക്കെ സബ്ജക്റ്റാന്ന് പറഞ്ഞാൽ മതി. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് 100% ഉറപ്പിച്ച് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. ഇനിയും നമ്മുടെ ചോദ്യത്തിലേക്ക് വരാം. തോറ്റവർ +1 എഴുതണോ +2 എഴുതണോ? ഇപ്പോൾ +2 പാസ്സായ കുട്ടികൾക്ക് പ്രശ്നമില്ല, +2 പാസ്സായല്ലോ അവർ. +1 ഫെയിലായ ഒരുപാട് കുട്ടികളുണ്ട്. +1 ഫെയിലായിട്ടുള്ള ഒരുപാട് 1000 10,000 എന്നല്ല 10,000-നൊക്കെ മുകളിലുള്ള കുട്ടികൾ, ഇഷ്ടംപോലെ കുട്ടികളുണ്ട് +1 തോറ്റ കുട്ടികൾ. അവർ ചെയ്യേണ്ടത്, ഇപ്പം ഈ വരുന്ന ഇമ്പ്രൂവ്മെന്റ് പരീക്ഷയിൽ 3 വിഷയങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ +2 തോറ്റ വിഷയങ്ങൾ, സേക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക, തോറ്റ വിഷയങ്ങൾ 3 എണ്ണം. ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സ് നിങ്ങൾ തോറ്റു, 4 എണ്ണം തോറ്റെങ്കിൽ പറ്റത്തില്ല, 3 എണ്ണം വരെ എഴുതാം. 4 എണ്ണം പോയിട്ടുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി പറ്റത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിങ്ങൾക്ക് എഴുതാം. ഏതെങ്കിലും 3 വിഷയങ്ങൾ നിങ്ങൾക്ക് ഈ ഒക്ടോബർ പകുതിക്ക് എഴുതാം. അതൊരു നല്ല ചാൻസാണ്. ഒരു 3 വർഷമായിട്ട് നിർത്തിയിട്ടേക്കുമായിരുന്നു, ഇത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു നല്ല ചാൻസ് ആയിട്ട് എടുക്കുക. അത് നിങ്ങൾക്ക് എഴുതി നിങ്ങൾ ഡബിൾ പാസ് മാർക്ക് മേടിച്ചാൽ, കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് +2 ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, +1ന്റെ പരീക്ഷ എഴുതാൻ ആപ്ലിക്കേഷൻ ഫോമും +1ഉം +2ന്റെ ആപ്ലിക്കേഷൻ ഫോം ഒരുമിച്ച് അങ്ങ് ഫില്ല് ചെയ്തോണം. കാരണം നിങ്ങൾ +2 അറ്റൻഡ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അന്നേരം ഇതാണ് ഏറ്റവും നല്ല ചാൻസ്. +1 ഫെയിൽ ആയിട്ടുള്ളവർക്ക് നല്ല ചാൻസ്. +2 ഫെയിൽ ആയിട്ടുള്ളവർ നിങ്ങൾ 2027 മാർച്ചിൽ തന്നെ എഴുതണം. അത് കൃത്യമാണ്. അന്നേരം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിച്ചു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്തടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. അന്നേരം ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ളവരെല്ലാം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇട്ടേക്കുക. ഒരാൾ തോക്കത്തിൽ നിന്ന് ഉറപ്പോടുകൂടി മാഷ് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.